ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളിയില്ലേ, ചുമന്നുള്ളി, അത് ചെറുതാക്കി അരിഞ്ഞതും 3 പച്ചമുളക് നീളത്തി കീറിയതും, കുറച്ച് കറിവേപ്പിലയും, നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് നാളികേരപ്പാലിൻ്റെ 3-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരപ്പാൽ 2-ാം പാലില്ലേ, അത് ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റി കുറുകി വരട്ടെ കേട്ടോ. നല്ലപോലെ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളയൊന്നും വരരുത് കേട്ടോ ആ സമയത്ത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.